ഹോളിവുഡ് ടൈംസ്. അഭിനവ് സുന്ദർ സംവിധാനം, നസ്ലിൻ നായകൻ. നസ്ലിൻ്റെ സ്ഥിരം മാനസങ്ങളെ ഉപേക്ഷിച്ച് പുതിയ നസ്ലിനെ ഈ സിനിമയിലൂടെ കാണിച്ചു തരുന്നതും ഒരു പ്രത്യേകതയാണ് ഈ സിനിമയുടേത്. അതുപോലെ തന്നെ അഭിനവ് സുന്ദർ സ്ഥിരം സംവിധായകരിൽ നിന്ന് മാറി ചിന്തിക്കുന്ന ഒരാളാണെന്ന് അദ്ദേഹത്തിൻ്റെ ആദ്യ സിനിമയായ മുകുന്ദനുണ്ണി എന്ന സിനിമ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നു. മുകുന്ദനുണ്ണി എന്ന സിനിമയിൽ തിന്മയിലൂടെ വിജയം നേടുന്ന നായകനെയാണ് കാണിച്ചിരിക്കുന്നതെങ്കിൽ ഈ സിനിമയിൽ കർമ്മ ഒന്നില്ല എന്നുള്ളതാണ് ഇവിടെ കാണിക്കുന്നത്. സംവിധായകൻ്റെ ജീവിതയാത്രയിൽ ഉണ്ടായ കാര്യങ്ങൾ ഈ സിനിമയിൽ പകർത്തിയതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. അദ്ദേഹം സിനിമയിലേക്ക് വരുന്ന സമയത്ത് അദ്ദേഹത്തിനുണ്ടായിരിക്കുന്ന പ്രശ്നങ്ങളെ അത് തുറന്നു തന്നെ അദ്ദേഹം കാണിച്ചിരിക്കുന്നു. സിനിമയ്ക്കുള്ളിലെ ഇരുണ്ട വശങ്ങളെ നന്നായി തന്നെ കാണിക്കുകയും കള്ളപ്പണം വെളുപ്പിക്കാനും നികുതി വെട്ടിക്കുവാനുമായിട്ട് ഫ്ലോപ്പ് എടുക്കുന്ന സിനിമാ നിർമ്മാതാക്കളെയും ഈ സിനിമയിൽ കാണിക്കുന്നു. വിനോദത്തിന് ഊന്നൽ നൽകിയാൽ വളരെയധികം ആൾക്കാർ സിനിമയിലേക്ക് വരികയും സിനിമ വളരെയധികം സൂപ്പർ ഹിറ്റാകുന്ന കാലത്ത് വ്യത്യസ്തമായ ചിന്തകളിലൂടെ പോയി തനിമയായിട്ടുള്ള കാര്യങ്ങൾ പച്ചയായിട്ട് കാണിക്കുമ്പോൾ ചിലർക്കത് പിടിക്കാതെ വരുന്നത്, ദഹിക്കാതെ വരുന്ന അവസ്ഥയും ഇതുപോലുള്ള സിനിമകൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. പക്ഷേ അതുകൊണ്ട് തന്നെയാണ് മുകുന്ദനുണ്ണി എന്ന ആദ്യത്തെ സിനിമയിൽ അദ്ദേഹത്തിൻ്റെ സിനിമ ഇപ്പോഴും ആൾക്കാർ ഓർത്തിരിക്കുന്ന ഒരു വ്യത്യസ്തമായ അനുഭവം ഉള്ളത്. അതുപോലെ തന്നെയാണ് ഇദ്ദേഹം ഈ സിനിമയും സംവിധാനം ചെയ്തിരിക്കുന്നത്. അത് സിനിമയുടെ വൻ വിജയത്തെ, കളക്ഷനെ ബാധിക്കാമെങ്കിലും ഒരു വ്യത്യസ്തമായ ഒരു തലം കൊണ്ടുവരുവാനായിട്ട് ഈ സംവിധാനം കഴിയുന്ന മിടുക്കനാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് ഈ സിനിമയിലൂടെ സാധിക്കും. ചോക്ലേറ്റ് കഥാപാത്രങ്ങളെ മാത്രമല്ല, തനിക്ക് വ്യക്തിത്വമുള്ള വ്യത്യസ്തമായ കഥാപാത്രങ്ങളെ അഭിനയിക്കാൻ സാധിക്കുന്ന വ്യക്തിയാണെന്നും നസ്ലൻ എന്ന പുതിയ യുവതാരം തെളിയിക്കുകയും ചെയ്യുന്ന സിനിമ കൂടിയാണ് ഹോളിവുഡ് ടൈംസ്. നായക കഥാപാത്രങ്ങളിലൂടെ ഊന്നിയും നായകൻ ഏതൊക്കെ പ്രതിസന്ധിയിലൂടെ കടന്നുപോയാലും അവസാനം എല്ലാ വിധത്തിലും തരണം ചെയ്ത് രക്ഷപ്പെടുത്തുന്ന കഥാപാത്രമായിട്ട് തന്നെ തീരുമെന്ന് പ്രേക്ഷകർക്കുള്ള ഒരു മുൻധാരണ എല്ലാ സിനിമയിലും ഉണ്ട്. അങ്ങനെ തന്നെയാണ് സംഭവിക്കുന്നത്. പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു രീതിയിൽ കൂടെ സഞ്ചരിക്കുവാനായിട്ട് ഇങ്ങനെയുള്ള സംവിധായകരുണ്ടെങ്കിലേ സാധിക്കുകയുള്ളൂ. അപ്പോഴേ പച്ചയായ ജീവിത തലങ്ങൾ ജീവിതത്തിൻ്റെ പ്രേക്ഷകർക്ക് കാണുവാനായിട്ട് സാധിക്കുകയുള്ളൂ. നായകന്മാർക്ക് മാത്രം ഊന്നൽ നൽകി പോകുമ്പോൾ മികച്ച സിനിമകൾ, മികച്ച കഥകൾ ഇല്ലാതെ വരികയും എല്ലാവർക്കും, അല്ലെങ്കിൽ അതിൽ വരുന്ന ചെറിയൊരു വ്യക്തിക്ക് വലിയൊരു സ്ഥാനത്തിലേക്ക് പോകുന്ന അവസ്ഥ വരുമ്പോൾ നായകന്മാർ തന്നെ ആ സിനിമ ഉപേക്ഷിക്കുന്ന തലങ്ങൾ വരുന്നിടത്ത് നിന്ന് ഒരു നല്ല സിനിമയെ ഇല്ലാതാക്കുവാനായിട്ടുള്ള അവസ്ഥ വരുന്നിടത്ത് മികച്ച ഒരു സിനിമ വരണമെന്നുണ്ടെങ്കിൽ എല്ലാ കഥാപാത്രങ്ങൾക്കും വ്യത്യസ്തമായ രീതിയിലൂടെ കടന്നു പോകുമ്പോൾ മാത്രമേ ഒരു നല്ല ജീവിതഗന്ധിയായിട്ടുള്ള പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്നതായിട്ടുള്ള അവസ്ഥ വരികയുള്ളൂ എന്ന് ഈ 2026 അവസ്ഥയിലും അവർ മാറ്റി ചിന്തിച്ചു കഴിഞ്ഞാൽ മാത്രമേ പുതിയൊരു സിനിമയുടെ നവയുഗത്തിന് തുടക്കം കുറിക്കുകയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട്